കടലിൽ നിലാവ് മാത്രല്ല ഗൈസ്, എല്ലാരും അയ്യോട് പോയി. ഫർസുണ്ട്, ഇങ്ങയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു ദൂരയാത്ര പോവാണല്ലേ ഫിറു? ദൂരയാത്ര പറഞ്ഞാലൊരു 3-4 മണിക്കൂർ. നമ്മള് തൃശ്ശൂര് പോവാണ് ഗൈസ്. നമ്മള് സെമിനെ കാണാൻ പോവാണ്. സെമി ആരാന്നുള്ളത് പറയണ്ടെന്നാണ് ഫിറു പറയുന്നത്. ആരാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്തോളൂ. അപ്പൊ നമ്മള് കാറിലാണ് പോകുന്നത്. ഇപ്പൊ 2:15 നമ്മളൊരു 5:30 ആകുമ്പത്തിനൊക്കെ ആയിരിക്കും അല്ലേ ഇൻഷാല്ലാ. പിന്നെ മലപ്പുറം തൃശ്ശൂര് ബോർഡറിലാണ് അല്ലേ? പൊന്നാനി കഴിഞ്ഞിട്ട് 105 കിലോമീറ്ററോ? ഓ ഗോഡ്. അപ്പൊ നമുക്ക് മെല്ലെ പോവാ, മഴയൊക്കെ പെയ്യാതെ ഇൻഷാല്ലാ. നമുക്ക് മെല്ലെ പോവാ എന്തായാലും. അതെ നമുക്ക് എന്തായാലും തിരിച്ച് വൈകി വന്നാലും കുഴപ്പമില്ലല്ലോ. പയ്യെ പോയാൽ മതി ലെങ്ക, പയ്യെ പോയാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ഞങ്ങളിപ്പോ പുറപ്പെട്ടു. ഇനി വഴിയിൽ ഓരോന്ന് കാണിച്ചു തരാം ഗൈസ്. നമ്മള് ഇതേ ആ സ്ഥലം എത്തി ഗൈസ്. ഈ സ്ഥലമായിരുന്നു ഗൈസ് പ്രകൃതി രമണീയ സ്ഥലം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരമുണ്ട്, നമ്മള് രാമനാട്ടുകര നാഷണൽ ഹൈവേ അല്ലേ? നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. ഹൈലൈറ്റ് ബിൽഡിംഗ്, ഹൈലൈറ്റ് ആണല്ലേ അത്? ഹൈലൈറ്റ് മാളും ഹൈലൈറ്റ് ബിസിനസ്സും. ഓക്കെ, ആർക്കറിയാം, അതിനെ കുറിച്ചൊന്നും സംസാരിക്കാത്ത നല്ലത്. ഇപ്പയാവുന്നതാ അല്ലേ? ഇത് മമ്പുഴ പാലം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തി ഗൈസ്. എൻ്റെ അമ്മേ, പക്ഷെ റോഡ് കൊള്ളില്ല ഗൈസ്. പുറകില് മത്സരിച്ചൊരു വണ്ടി വരുന്നുണ്ട്, ബസ്സുകാരൻ. റോഡിലൊരു മല, എൻ്റെ തമ്പുരാനെ, മരുഭൂമിയിലെത്തിയ പോലെയുണ്ട്. നോക്ക്, കറക്റ്റ് ഒരു മല പോലെയില്ലേ? റോഡിന്റെ കോലം നോക്കി ഗൈസ്. ഇന്നാണാവോ ഇതൊക്കെ നേരെയായി കാണാം. മരങ്ങള് നല്ല രസമില്ല, മറ്റേ ക്രിസ്മസ് ട്രീ പോലെയില്ലേ? ചായ കുടിക്കാൻ പോവാണ് അവസാനം പേര് ചായ കുടിക്കാൻ നിർത്തി ഗൈസ്. തിരൂരങ്ങാടിയൊക്കെ കഴിഞ്ഞു, ഇനി പരപ്പനങ്ങാടിയിലോട്ടാ. അപ്പം നല്ല മഴയുണ്ട്, മുന്നിലൊന്നും കാണുന്നില്ല. ഡ്രൈവർ ഇങ്ങോട്ട് നോക്കേ വേണ്ട. ഓക്കെ, നമുക്ക് മേലെ പോയി പോകാം. ഇതാണ് അവസ്ഥ. ഇതിൽ കുറച്ചുകൂടെ ക്ലിയറിൽ കാണുന്നുണ്ട്. ഇതൊന്നും നോക്കി ഓടിക്കേണ്ടി വരും. ഇത് കാണുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമാണോ? ഇനി നമ്മള് പുഴയിലൂടെ നീന്തി പോവാൻ തോന്നുന്നു. റോഡ് കാണുന്നില്ല ഗായ്സ്, ഒഴുകി പോവാണ് ഗായ്സ്. പപ്പ സ്വിമ്മിങ് എൻജോയ് ചെയ്യുന്നുണ്ടോ? സത്യം, തിരമാലുണ്ട്. ഓക്കേ, കുറുക്കൻ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ വെയിലും മഴയാണ് ഗായ്സ്. നല്ല ചൂടുണ്ട്, നല്ല മഴയും. ഇവിടെ എവിടെയോ മഴ നിൽക്കുമായിരിക്കും. ഇച്ചിരി മുന്നോട്ട് നല്ല വെയിലുണ്ട്. മാമ കണ്ട
പിന്നെയും നമ്മള് ബ്ലോക്ക് പെട്ടിരിക്കാണ് ഗൈസ്. വലിയ ബ്ലോക്കാണ് ഗൈസ്. നോക്കിക്കേ, ഉണ്ടോ ഗൈസ് റെഡ് കളർ. എന്റെ ഫോണിലെ വരകള് നിങ്ങൾ നോക്കണ്ട, അത് വൺപ്ലസിന്റെ പരസ്യമാണ്. റെഡ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? വൺപ്ലസിന്റെ പരസ്യമാണ് ഗൈസ്. പുതിയ ഫോണായി തരോ? സ്വന്തമായിട്ട് വാങ്ങിയ ഫോണാണ്. ഇനിയിപ്പോ സ്വന്തമായിട്ട് വാങ്ങാൻ ഇത് കാര്യം പറ്റുന്നറിയില്ല ഗൈസ്. നമ്മള് പിന്നെയും ബ്ലോക്ക് കൂടിയിരിക്കുന്ന ഗൈസ്. ഇപ്പൊ എവിടെയാണ്? ചമ്രവട്ടം ബ്രിഡ്ജിന്റെ ബ്ലോക്കാണ് ഗൈസ്. എപ്പോ അവിടെ എത്താൻ നല്ല പോയില്ല. തിരിച്ചു വരുമ്പോ ഏത് വയ്യ? കുട്ടിപ്പുറം ഇരുവിന് മടുത്ത് വണ്ടി ഡ്രൈവ് ചെയ്യും. ചമ്രവട്ടം എന്താണടാ ഇത്? എന്താന്ന് അറിയില്ല ഗൈസ്, പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ബ്ലോക്കിൽ കയറി ഇറങ്ങി ഞങ്ങൾ ചമ്രവട്ടം റോയൽ ചലഞ്ച് ബ്രിഡ്ജ്. എങ്ങനെയാണെന്നറിയില്ല ഗൈസ്, നമ്മൾ എങ്ങനെയോ പുണ്യഹോൾക്കുളം ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുന്നു. Take the next right onto Edakazir, Kundukadavu Road, Parumpadapu, Palapeti Road. ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇന്നലെ നമ്മൾ എത്താറായിട്ടുണ്ടല്ലേ സുരു? ഇനി 2 Continue for 2 kilometers. ആൾക്കാർ വയലിനോട് വല്ല എന്തോ പുത്തമ്പളി നാടൻ കൊള്ളി നാടനല്ലാത്ത കൊള്ളിയുണ്ട്. In 200 meters, turn left. എങ്ങോട്ടാണ് ചോദിക്കുക? Turn left, then your destination will be on the right. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. മതി ഇത് പത്തിരി പിന്നെ ഇത് ചില്ലി ചിക്കൻ, നൂഡിൽസ്, പാൽക്കപ്പ, പിന്നെ ഇത് കുറുമ. വേഗം തിന്നോളൂ നിങ്ങൾ. തക്കുറ കഴിക്കില്ലേ? പൂവാതിനെ വെയിറ്റാക്കണം. ചെങ്ങാതി പൂവാതെ ഇറങ്ങുന്ന യന്ത്രാണല്ലേ. ഇല്ല കൈയാണ്ടുള്ള ഒരാൾ പാൽക്കാപ്പൊക്കെ എടുത്ത് അങ്ങനെയൊന്നും നോക്കുന്നില്ല. എനിക്ക് വേണ്ട എടുത്തേക്കുണ്ട്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തക്കടുവിനെ പെടുത്തും അല്ലേ? നോക്ക് തക്കടും. കൂടൻ ഗൈസ്, കൂടൻ ഗൈസ്. ഇത് ഫ്രിഡ്ജാ എന്തോ സ്റ്റോർ പോലെ ഉണ്ട്. ഇവിടെ രാവിലെ വന്നാൽ കാണും വർക്ക്ഷോപ്പാണ്. വീഡിയോ എടുത്ത കൊള്ളയിലങ്ങനെ അങ്ങനെ കൊള്ളുണ്ട്.
സെമിയും തക്കുടും കൂടെ സ്റ്റാർ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്യണോ? ഇടകയില്ലേ ഉച്ചക്ക് കയറിക്കോ. നമ്മള് തിരിച്ചു പോവാണ്. അപ്പം തക്കുടും സെമി എല്ലാം കൂടി നോക്കിക്ക കൊറേ സ്റ്റാർ ഫുഡ് തന്നിട്ടുണ്ട്. പിന്നെ ഉമ്മ അച്ചാറാണെന്നാ തോന്നേ, എന്തൊക്കെയോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ അച്ചാർ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അച്ചാറാ തോന്നുന്നു. എന്താന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം അല്ലേ? നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ എത്തി ചെയ്യണോ? അപ്പൊ നമ്മള് വീട്ടിലെത്തി ഏകദേശം 1:30 ആയിണല്ലേ ഫിറു? കാരണം നമ്മൾ ചായലും കുടിച്ച് വന്നതാണ്. ഇതെന്താന്നറിയാവോ? നിനക്ക് അവിടുത്തെ ഉമ്മച്ചി, അതായത് റംലത്താലെ തന്ന അച്ചാറുകളാണ്. അതായത് അച്ചാറ് തിന്ന് ഞാനൊരു എല്ലാ ടൈപ്പ് അച്ചാറും തന്നിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലേ അവിടെ എല്ലാ വീട്ടിലുണ്ടാക്കിയതാ. അവിടെ അല്ലേ അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞ സമയത്ത് തന്നയച്ചതാണ്. നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം നമുക്കൊരു ഫാമിലി പോലെ ഫീൽ ചെയ്തല്ലേ ഫിറോ വീട്. അതേപോലെ മാങ്ങ എല്ലാം ഉണ്ട്. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. എല്ലാത്തിനും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചു വരാൻ വേണ്ടിയിട്ട് മഴയത്ത് സെമിയും പിന്നെ അവിടുത്തെ കുഞ്ഞുമോൻ ഇളയ ആള് അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സ്നേഹത്തിലാണ് നമ്മളെ വെൽക്കം ചെയ്തത്. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ട് മഴയത്ത് കുടയെല്ലാം ചൂടി കുതിരയെല്ലാം വെച്ച്, കുതിര മീൻസ് സേവനിയെല്ലാം വെച്ച് ടോർച്ചെല്ലാം അടിച്ചിട്ടാണ് പൊട്ടിച്ചു തന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർ ഫുഡ് നമുക്ക് അച്ചാറിടാം. പിന്നെ നമ്മൾ അവിടെ പോയ സമയത്ത് അവർ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ചിക്കൻ ആയിക്കോട്ടെ എല്ലാം അല്ലേ ഫിറു? കുറെ കാലത്തിന് ശേഷം ഞാൻ പത്തിരി പാൽക്കപ്പ പത്തിരി ഇല്ലേ ഫിറു? അപ്പൊ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. എല്ലാം നല്ല ഫുഡായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി. ഫുഡ് അത് മാത്രമല്ല, നമ്മൾ അവരെ വെൽക്കം ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം. നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോയൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നുണ്ട്. എന്നോട് നിൽക്കാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇങ്ങനെ നിർബന്ധിച്ചായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു വ്ളോഗ് സന്തോഷത്തിൻ്റെ വ്ളോഗാണ്. നമ്മളിതിവിടെ എൻഡ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ടാറ്റ ഫ്രം കടലും